ഈ തൊണ്ടി മുതൽ തിരിമറി കേസിനെ സംബന്ധിച്ച് എന്താണ് തോന്നുന്നത്? നമ്മുടെ ഒരു നാട്ടിൽ ഒരു കോടതിയിൽ ഒരാൾ അത് ലഹരി കേസാണ്. ഈ നാടിന്ന് എത്രമാത്രം അതിൻ്റെ പ്രായോഗിക ബുദ്ധിമുട്ട് അനുഭവിക്കും. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും സംരക്ഷിക്കാൻ നമ്മളിന്ന് പാടുപെടുകയാണ്. 7, 8, 9 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഇന്ന് ലഹരിക്ക് അടിമയാണ് ചിലരൊക്കെ. അപ്പോൾ അവർ ആ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കൾ ഭയാശങ്കയോടുകൂടി നീങ്ങുകയാണ്. പലയിടത്തും അധ്യാപകരും പോലീസും ഒക്കെ സംയുക്തമായി മയക്കുമരുന്നിനെതിരെയുള്ള നീക്കം നടത്തി കുട്ടികളെയൊക്കെ പലരെയും രക്ഷിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലെ മയക്കുമരുന്നുമായി വന്ന മനുഷ്യനെ ഇവിടുത്തെ നിയമസഭാ സാമാജികൻ ആയിരുന്ന ഒരാളുടെ ചരിത്രം പുറത്തു വരുന്നത്. ഇത് നാടിന് എന്ത് സന്ദേശം നൽകും? സന്തോഷം. ഈ രാഷ്ട്രീയക്കാർ ഒരു 90% ഇങ്ങനെ തന്നെ എടുക്കാം. കാരണം ഇവർക്ക് തന്നെ അഴിമതി കാണിച്ചാൽ പോലും നേരത്തെ ഒരു രാധാകൃഷ്ണൻ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു ബാലകൃഷ്ണപിള്ള ജയിലിൽ കിടന്നില്ലേ. എവിടെ കിടന്നത്? ഹോസ്പിറ്റലിൽ കിടന്നത്. ജയിലിൽ എത്ര ദിവസം കിടന്നത്? അതാണ് ഈ രാഷ്ട്രീയക്കാർക്ക് തന്നെ പിൻബലമാണ്. കാരണം ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ CPM പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന എന്താണ്? ലഹരി വിമുക്തമാണ്, ലഹരിക്കെതിരെ പ്രവർത്തിക്കുന്നതാണ്. എന്നിട്ടെന്താ ആലപ്പുഴയിലുണ്ടായിരുന്ന ഷാനവാസ് എന്ന് പറഞ്ഞ അവർ സസ്പെൻഡ് ചെയ്താണ് പാർട്ടിയിൽ നിന്ന് 1 കോടി രൂപയുടെ ഹാൻഡ്സാ പിടിച്ചത്, പുകയില ഉൽപ്പന്നങ്ങൾ. ആ വ്യക്തിയെ തന്നെ സ്ഥാനാർത്ഥിയാക്കി. എന്താണ് ഇതിന് സന്ദേശം കൊടുക്കുന്നത്? ലഹരിക്കെതിരെയാണ്. എന്നിട്ട് എന്താണ് സന്ദേശം കൊടുക്കുന്നത്? പാർട്ടിക്കാരെല്ലാരും ഇങ്ങനെയാണ്. ഒരുവിധം എല്ലാ പാർട്ടിയിലും ഇതാണ്. കാരണം ഇവർക്കറിയാം 10-30 വർഷം കഴിയണം, കുറഞ്ഞത് ഒരു 10-20 വർഷമെങ്കിലും കഴിയും. അതുവരെ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഇങ്ങ് താണ്ടി പോവും. പണം മുടക്കാൻ ഗവൺമെന്റിന്റെ ഖജനാവിന്ന് വരെ പണം മുടക്കിയിട്ട് വേണേൽ ചെയ്യും. പക്ഷെ 10-30 അന്നേരം ഈ 50 വയസ്സ് 60 വയസ്സായവനാണ് ഈ അഴിമതി കാണിക്കുന്നത്. അപ്പം ഒരു 80 വയസ്സാവും. പിന്നെ എന്താ കുഴപ്പം? പിന്നെ പ്രായാധിക്യത്തിന്റെ ഒരു ആനുകൂല്യം കിട്ടി അവസാനം കേസ് വിധിയായി വരുമ്പോഴേക്കും പരലോകത്ത് എത്തിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പ്രായാധിക്യത്തിന്റെ ആനുകൂല്യം കിട്ടി രക്ഷപ്പെടാൻ കഴിയും അല്ലേ? അതെ, രക്ഷപ്പെടാം. കാരണം ഈ ഒരു 60 വയസ്സ് കഴിഞ്ഞവൻ ഉണ്ടാക്കണം, എന്റെ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കണം, മറ്റവർക്ക് വേണ്ടി ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രശ്നം ഇപ്പം നമ്മളെ PJ കുര്യന്റെ ഇതിൽ വന്നു, കൊല്ലം ജയന്തിന്റെ അന്ന്. ഞാനിട്ട് രാഹുൽ മാങ്കൂട്ടം പോയി PJ കുര്യന്റെ ചെവിയിൽ വർത്താനം പറഞ്ഞപ്പോഴത്തേക്ക് ഈ അന്ന് വൈകുന്നേരം PJ കുര്യൻ തിരിഞ്ഞു. എന്താണ്? ബ്ലാക്ക് മെയിൽ ആയിരിക്കും അല്ലെ? രാഹുൽ മാങ്കൂട്ടത്തെ പറയാൻ പോയ PJ കുര്യന്റെ കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ രസമാണ്. ഞാൻ പിന്നെ അതിലേക്കൊന്നും കടക്കുന്നില്ല. അതാണ് സാർ ഞാൻ പറഞ്ഞത്. ഇവരൊക്കെ നമ്മളെ പിന്നെ മറ്റുള്ള ആൾക്കാരുടെ വലിയ അഭിപ്രായങ്ങളും ഇതും പറയുന്നവര് രാഹുൽ മാങ്കൂട്ടം അവിടെ പോയി 10 മിനിറ്റ് PJ കുര്യന്റെ ചെവിയിൽ പറഞ്ഞപ്പോ അയാൾ നേരെ വൈകുന്നേരം ആയപ്പോ തിരിഞ്ഞു. നമുക്ക് കുഴപ്പമില്ല. CPM-ലും ഇല്ലേന്നാ ചോദിക്കുന്നത്. CPM-ലുണ്ടോ, പിന്നെ ഇടതുപക്ഷത്തിലുണ്ടോ, BJP-യിലുണ്ടോ എന്നല്ല, സ്വന്തം നന്നാക്കല്ലോ വേണ്ടത്, സ്വന്തം പാർട്ടിയെ നന്നാക്കല്ലോ വേണ്ടത്. അപ്പൊ ഇയാളെ ഭാഗത്ത് എന്തോ തെറ്റുണ്ട്, നല്ല തെറ്റുണ്ട്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അതിന്റെ തെളിവുണ്ട്. ഞാൻ നിന്നെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടാവും, പുറത്തിട്ട് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ശിവശങ്കർ പറയും 30 വർഷത്തിന് ശേഷം കുറ്റം തെളിയിക്കുന്ന നീതിന്യായ വ്യവസ്ഥ മാറ്റപ്പെടണം, അതിനൊന്നും നേതാക്കൾക്ക് സമയമില്ല എന്ന് പറയുന്നു. പിന്നെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ഇപ്പോൾ പാർട്ടികൾക്ക് ആവശ്യമില്ല, പാർട്ടികൾ ഇപ്പോൾ ആ വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, സിദ്ധാന്തങ്ങൾ ചിതൽ പിടിക്കുന്നു, നേതാക്കൾ പറയുന്നത് സിദ്ധാന്തങ്ങളാകുന്നു എന്ന് ശ്രീ മണി എന്നോട് പറയുന്നു, DRMP മണി. അപ്പോൾ ശ്രീ മണി പറയുന്നത് വളരെ 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 ശരിയാണ്. കാരണം ഇപ്പോൾ പണ്ടൊക്കെ ഒരു രാഷ്ട്രീയ നേതാവിനോട് സംസാരിക്കുമ്പോൾ രാഷ്ട്രീയ ചരിത്രം അറിയാമായിരുന്നു, പല നേതാക്കളെ മുൻകാല നേതാക്കളുടെ പ്രയത്നങ്ങൾ അറിയാമായിരുന്നു, അവർ അനുഭവിച്ച ത്യാഗങ്ങൾ അറിയാമായിരുന്നു. ഇന്ന് പല രാഷ്ട്രീയ നേതാക്കൾക്കും ആ ചരിത്രവും ഒന്നും അറിയില്ല. ഏതെങ്കിലും ഒരു പാർട്ടിയിൽ കയറിയാൽ എന്തെങ്കിലുമൊക്കെ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കാം എന്ന് കരുതി നേതൃരംഗത്തേക്ക് വരുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ട്. അപ്പോൾ ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം നമ്മുടെ നാടിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നഷ്ടമാകുന്നു എന്ന ശ്രീ മണിയുടെ വാക്കുകൾ അങ്ങേയറ്റം കൃത്യമാണ്. ഇവരെല്ലാം കട്ടുമുടിച്ച് ഇനി ബാക്കി എന്ത് കൂടി എന്ന് ചോദിക്കണം എന്ന് എന്നോട് ശ്രീ ഉണ്ണി പറയുന്നു. ഇങ്ങനെയാണ് ആളുകളുടെ പോക്ക്. അപ്പോൾ ഈ അടിവസ്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ അടിയിൽ എന്തൊക്കെ പണി ചെയ്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഇനിയാണ് വരേണ്ടത്. ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു, ആൻ്റണി രാജുവിൻ്റെ വോട്ട് ചിട്ട് ജയിപ്പിച്ചതും പ്രബുദ്ധ കേരളമല്ലേ എന്ന് ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ എന്ത് പറയാനാണ്, നമ്മുടെ പ്രബുദ്ധ കേരളം തന്നെ ആൻ്റണി രാജുവിനെ ജയിപ്പിച്ചതിന്. അപ്പോൾ ആ കൃഷ്ണൻകുട്ടി എന്നോട് പറയുന്നു വെൽക്കം ബാക്ക്. അപ്പോൾ കിരൺ കമൻറ്റ് വായിക്കുന്നതിൽ വളരെ പിന്നിലാണെന്ന് പറയുന്നത്. അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തണം, വിളിച്ചിട്ട് കിട്ടാത്തവർ കമൻ്റ് എഴുതുന്നതാണ് ഒരു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഈ തർക്കമൊക്കെ മുറുകുമ്പോൾ ഇത് വിട്ടുപോകുന്നതായിരിക്കും. നമ്മുടെ കൃഷ്ണൻകുട്ടി നമ്മുടെ സ്ഥിരം പ്രേക്ഷകനാണ്, അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഒരിക്കലും അങ്ങനെ വേണം എന്ന് കരുതി മാറ്റിവെക്കാനും സാധ്യതയില്ല. അപ്പോൾ മഹേഷ് എന്നോടൊപ്പം ചേരും.
കൊല്ലത്തുനിന്നാണ്. ശ്രീ മഹേഷ്, നമസ്കാരം മനു. നമസ്കാരം. ശ്രീ മഹേഷിന് ന്യൂ ഇയർ ഒക്കെ കലക്കിയോ? ന്യൂ ഇയർ ഒക്കെ കുഴപ്പമില്ലാതെ പോയി. മനുവിന്റെ ഹെൽത്ത് ഒക്കെ എങ്ങനെ ഇരിക്കുന്നത്? ഹെൽത്ത് ഒക്കെ ഇങ്ങനെ, ഞാൻ മരുന്നിലൊക്കെയാണ്, പക്ഷെ കുഴപ്പമില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നാലും കുറച്ചും കൂടി പരിശോധനകളൊക്കെ നടത്തേണ്ടതുണ്ട് എന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. നോക്കാം. രാവിലെ വ്യായാമം ഒക്കെ ചെയ്യുന്നത് നല്ലതാ. പിന്നെ ഇത് കേട്ടോണ്ടിരുന്നതാണ് മനു. ഞാൻ ശ്രദ്ധിച്ചു. അപ്പൊ നമ്മുടെ കേരളത്തില് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് ഓരോ ദിവസവും കേരളത്തിലെ മലയാളികൾ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ സ്വയം ഊറ്റം കൊള്ളുകയാണ് പ്രബുദ്ധ മലയാളി എന്ന്. പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോൾ നാലാൾ അറിഞ്ഞാൽ, ഇതുപോലെ ഒരു ഇത് മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകൾ അറിഞ്ഞാൽ ഒരുപക്ഷെ അവർ നാണിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നല്ലേ? അതെ. അവരും നാണിച്ചു പോകുന്ന രീതിയിലേക്കാണ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ അവസ്ഥ പോകുന്നത്. ഈ ലഹരിയുടെ കാര്യം മനു പറഞ്ഞ പോലെ കേരളത്തിൽ ലഹരി വരും തലമുറയെ കാർന്നു തിന്നുന്ന ഒരു വിപത്തായിട്ട് മാറിയിരിക്കുക. അപ്പൊ അതിനെതിരെ നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് നമ്മുടെ രമേശ് ചെന്നിത്തലയൊക്കെ വലിയ പ്രൗഡ് കേരള പോലുള്ള വലിയ യാത്രകളൊക്കെ നടത്തി ലഹരിക്കെതിരെ സംഘടിപ്പിച്ച് വലിയ ബോധവൽക്കരണമൊക്കെയാണ് നടത്തിയത്. അപ്പം ഇപ്പൊ പിണറായി സർക്കാരിനകത്ത് ഇപ്പം സ്വർണം കട്ടതിനെക്കാട്ടും കൂടുതൽ സ്വർണം കട്ടവൻ ആരപ്പ എന്ന് പറഞ്ഞതിന് പോലൊരു പാട്ടിറങ്ങിയ പോലെ ഇനിയിപ്പൊ ജെട്ടി കട്ടവൻ ആരപ്പ എന്ന് പറയുന്ന ഒരു പാട്ടായിരിക്കും ഇനി ഇറങ്ങാൻ പോണത്. കാര്യം സാധാരണക്കാരന്റെ ആശ്രയം എന്ന് പറയുന്നത് കോടതിയാണല്ലോ. കോടതിയിൽ ചെല്ലുമ്പം ജനങ്ങൾക്കൊക്കെ ഒരു വിശ്വാസമുണ്ട് സത്യസന്ധമായിട്ടുള്ള നീതി ലഭിക്കുമെന്ന്. അവിടെ പോലും തെളിവുകൾ അട്ടിമറിച്ച് ഇതേപോലുള്ള പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്താ പറയേണ്ടത്? എന്നിട്ട് അവരെയൊക്കെ ജനങ്ങളുടെ ജനപ്രതിനിധിയായിട്ട് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കുന്നു. വെള്ളയും ഡ്രസ്സ് ഇട്ട് കൊടുത്ത് പൗഡർ ഇട്ട് കുട്ടപ്പനാക്കി ഇടതു മുന്നണി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുകയാണ് അല്ലേ? ഞാൻ രാഷ്ട്രീയം പറയല്ല എങ്കിലും ആ സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിച്ച് മന്ത്രിയാക്കി ജനങ്ങളുടെ മുമ്പിൽ 2.5 വർഷം മന്ത്രിയാക്കി അവർ ഇനിയും നിൽക്കുക. അപ്പോഴാണ് ഇത് വരുന്നത്. ഇനിയിപ്പോ ഇതിന്റെ പുറകെ ഇനിയിപ്പോ ഹൈക്കോടതി അപ്പീൽ പോകുമെന്ന് തോന്നുന്നു. പുള്ളിക്കൊക്കെ മരിക്കുന്നിടം വരെ അധികാരത്തിൽ ഇരിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ. അപ്പം കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങള് ഈ ഒരു 10 വർഷം കൊണ്ട് അനുഭവിക്കാവുന്നതിന്റെ മാക്സിമം അനുഭവിക്കുകയും ചെയ്ത് ഞെട്ടാനുള്ളതിന്റെ മാക്സിമം ഞെട്ടുകയും ചെയ്ത് എങ്ങനെയെങ്കിലും ഇവരൊന്ന് ഇറങ്ങി പോകണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെയാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പം ജീവിക്കുന്നത്. ഇനിയിപ്പോ 2 മാസം കൂടെ കഷ്ടിച്ച് ഭരണമുണ്ട്. അതുകൂടെ കഴിഞ്ഞാൽ ഇത് ഈ ഒരു വിപത്തങ്ങ് ഇറങ്ങി പോകുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ ഇരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണല്ലേ. അപ്പൊ അതിന്റെ ബാക്കി ഒരു വിധി എന്തായാലും കേരളത്തിൽ UDF അധികാരത്തിൽ വരുന്ന രീതിയിലേക്ക് തന്നെ പോകും. അതിനകത്ത് ഇനി ഒരു മാറ്റം ഉണ്ടാവത്തില്ല. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ശ്രീദേവി എന്നോട് പറയുന്നത് അവർ ആദ്യം ഹിസ്റ്ററി പഠിക്കണം. ശ്രീദേവിയുടെ വാക്കുകൾ വളരെ കറക്റ്റാണ്. നമ്മളുടെ ഒരു രാഷ്ട്രീയ ചരിത്രവും എങ്ങനെ ഓരോ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ അവരെ എത്ര ത്യാഗനിർഭരമായ ജീവിതമാണ് നയിച്ചത് എന്നതും പഠിച്ചു മനസ്സിലാക്കാത്ത ഒരു ജനതയ്ക്ക് എങ്ങനെ ആ രാഷ്ട്രീയ ആശയം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? അപ്പോൾ ജയകുമാർ പറയുന്നത് സത്യസന്ധമായി അന്വേഷിച്ച് നല്ലൊരു പോലീസ് ഓഫീസറെ കോടതി അങ്ങേയറ്റം വിമർശിച്ചു. ദൈവം